പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ 10 വർഷം ഏകാധിപത്യ ഭരണം കാഴ്ചവെച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് CPM അണികൾ ഉൾപ്പെടെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന വിജയനോട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്, വിജയ ഓർത്തുകൊള്ളൂ, നേരം ഇരുട്ടിയോ, ഇരുട്ടിയെങ്കിൽ നേരം വെളുത്തിരിക്കും. ഇതാണ് വിജയനോട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയുന്നത്. CPM-ൻ്റെ അണികൾ എന്നുള്ള നിലയിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിജയനോട് പറയാനുള്ളത്, നേരം ഇരുട്ടിയിട്ടുണ്ടോ, നേരം വെളുത്തിരിക്കും. വിജയൻ 10 വർഷം ഭരിച്ചപ്പോൾ എന്താ വിചാരിച്ചത്? നേരം വെളുത്തു, അല്ലെങ്കിൽ നേരം ഇരുട്ടി, ഇനി വെളുക്കില്ല, അല്ലെങ്കിൽ നേരം വെളുത്തു, അല്ലെങ്കിൽ ഇനി ഇരുട്ടില്ല എന്നാണ് വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോഴത്തേക്കും വിജയൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ? എന്ത് വിചാരിച്ചാലും ചെയ്യാം. 2016 അധികാരത്തിൽ വന്നു, രണ്ടിനെയും ഭരിച്ചവരെ എല്ലാവരെയും മാറ്റി നിർത്തി. 2021 ആയപ്പോഴത്തേക്കും 75 വയസ്സെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ മാറ്റി നിർത്തി. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM, ലക്ഷക്കണക്കിന് അനുഭാവികളും പാർട്ടി അംഗങ്ങളും ഒക്കെയുള്ള CPM-നെ ചവിട്ടടിയിലേക്ക് കൊണ്ടുവന്നു. മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും പാർട്ടിയുടെ അധികാരവും മുഖ്യമന്ത്രി സ്ഥാനവും കൂടി ഒരുമിച്ചെടുത്തു കൊണ്ടുപോയി. പാർട്ടിയും സർക്കാരും തൻ്റെ ചവിട്ടടിയിലേക്ക് വന്നു. അപ്പോൾ വിജയൻ അങ്ങ് അർമാദിച്ചു, അങ്ങ് അഹങ്കരിച്ചു. കാരണം പാർട്ടി തൻ്റെ ചവിട്ടടിയിൽ, ഭരണം തൻ്റെ ചവിട്ടടിയിൽ, താൻ എന്ത് വിചാരിച്ചാലും നടക്കും, തൻ്റെ മരുമകൻ മന്ത്രി, എന്തും തനിക്ക് ചെയ്യാം, താൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന, താൻ എവിടെ പറഞ്ഞോ അവിടെയെല്ലാം തുല്യം ചാർത്തുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി, തൻ്റെ ഏറാൻ മൂളികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, താൻ താനൊന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ വിറയ്ക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി, തൻ്റെ മൂടുതാങ്ങികളായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി, ഇതെല്ലാം വന്നപ്പോൾ വിജയൻ എന്ത് വിചാരിച്ചു? വിജയൻ വിചാരിച്ചു നേരം ഇരുട്ടി, ഇനി വെളുക്കില്ല എന്ന്. എപ്പോഴും നേരെ ഇരുട്ടി തന്നെ അങ്ങ് ഇരിക്കും എന്ന് വിജയൻ വിചാരിച്ചു. വിജയൻ എന്ത് വിചാരിച്ചാലും നടക്കുന്ന സാഹചര്യം. വിജയൻ 10 വർഷം അധികാരത്തിരുന്നു. 25 വിദേശ യാത്രകളാണ് വിജയൻ നടത്തിയത്. 25 വിദേശ യാത്രകൾ 18 രാജ്യങ്ങളിലേക്ക്. 25 വിദേശയാത്ര നടത്തി. എന്നിട്ട് എന്ത് നേടി സംസ്ഥാനത്തിന് വേണ്ടി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നല്ലേ പറയാൻ പറ്റുക? വട്ടപൂജ്യം. എന്ത് വിദേശ മുതൽ മുടക്ക് കൊണ്ടുവന്നു? ആർക്കും അറിയില്ല. എന്ത് പദ്ധതികൾ വന്നു? ആർക്കും അറിയില്ല. നെതർലൻഡിലേക്ക് പോയി. എന്നാ നെതർലൻഡിലേക്ക് പോയത്? നെതർലൻഡിലേക്ക് 2019 പോയി എന്ന് വെള്ളപ്പൊക്കം പ്രളയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോയിട്ടെന്തോ റൂം ഫോർ റിവർ പദ്ധതി ഇവിടെ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു. അവസാനം റൂമിലേക്ക് റിവർ കയറി വന്നു എന്നുള്ളതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ല. അപ്പോൾ 25 വിദേശ യാത്രകൾ നടത്തി. തോന്നിവാസമുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. ചെറിയൊരു രോഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ രോഗത്തിൻ്റെ പേരിൽ ഏതാണ്ടൊരു 3 മാസക്കാലം അമേരിക്കയിൽ പോയി കിടന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോഴെല്ലാം മകനെ കാണാൻ ഗൾഫ് വഴി വന്നു. എല്ലാം ദുരൂഹമായിരുന്നു. ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല വിജയനെ സംബന്ധിച്ചിടത്തോളം. വിജയൻ അങ്ങനെ അർമാദിച്ച് ആർത്തുല്ലസിച്ചു. പാർട്ടിയിലെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സർക്കാരിൽ ഘടകകക്ഷികളുണ്ടായിരുന്നു. ഘടകകക്ഷികൾക്ക് ആർക്കും വിജയനെ കണ്ടാൽ നേരിട്ട് നോക്കാനുള്ള ആർജവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭ, ഒന്നാം മന്ത്രിസഭയിലെങ്കിലും വിജയനെ കണ്ടാൽ ഭയമില്ലാത്ത 2-3 പേരെങ്കിലും അതിനകത്തുണ്ടായിരുന്നു. ജി സുധാകരൻ ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിൻ്റെ കാര്യം എനിക്ക് പൂർണ്ണ അറിയില്ല. ജി സുധാകരനെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. CPI-യിലും ഈ പറഞ്ഞ പോലെ ഭയമില്ലാത്ത കുറച്ച് മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2021-26 ആയപ്പോഴത്തേക്കും രണ്ടാം ഭരണം വിജയൻ കാരണം നേടി എന്ന് വന്നതോടുകൂടി വിജയൻ ഒരു മഹാരാജാവായി മാറി. വിജയൻ ഒരു ഏകഛത്രാധിപതിയായി മാറി. CPI-ക്കൊരു സംസ്ഥാന സെക്രട്ടറി വന്നു. അയാൾ തൊഴുകൈയോടെ മാത്രമേ വിജയൻ്റെ മുമ്പിൽ നിൽക്കൂ എന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തെടുത്ത് തലയിൽ കെട്ടിയിട്ട് ഏമാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു CPI-ക്ക് ഉണ്ടായിരുന്നത്. മറ്റ് ഘടകകക്ഷികൾ ആരും വിജയനോട് നേരിട്ട് നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയാൻ ധൈര്യമുള്ള ഒരാൾ പോലും വിജയൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. CPI-യുടെ മന്ത്രിമാരുടെ പേര് പോലും നമുക്ക് ഓർമ്മയില്ല. എന്തോ അനിലെന്നോ ചിഞ്ചു റാണിന്നോ രാജൻ എന്നൊക്കെ പറയുന്ന കുറെ പാവങ്ങൾ, കുറെ പഞ്ചപാവങ്ങളായിട്ടുള്ള മന്ത്രിമാർ. പിന്നെ ചില വയോവൃദ്ധന്മാർ, കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെയും കെ കൃഷ്ണൻകുട്ടിയെ പോലെയും 4 പേര് ഇരുന്നാൽ 4 പേര് വിചാരിച്ചാൽ കൈ താങ്ങിയാൽ മാത്രമേ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന AK ശശീന്ദ്രനെ പോലുള്ള ചില വയോവൃദ്ധന്മാർ അടങ്ങുന്നവരായിരുന്നു സംസ്ഥാന മന്ത്രിസഭ. വിജയൻ എന്ത് വിചാരിച്ചാലും നടക്കുന്ന അവസ്ഥ. അങ്ങനെ വന്നതോടുകൂടി
എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയതോടുകൂടി വിജയൻ തീരുമാനിച്ചു, ഇനി നേരം വെളുക്കില്ല, ഇനി ഞാനാണ് അധിപൻ, ഞാനാണ് പരമാധികാരി, ഞാനാണ് ഏകാധിപതി, ഞാനാണ് ഏകഛത്രാധിപതി എന്ന് വിജയൻ തീരുമാനിച്ചു. എന്നിട്ട് വിജയൻ എന്ത് ചെയ്തു? വിജയൻ ഒരു വർഷം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു മന്ത്രിസഭാംഗങ്ങളുമായി. അതാണ് നവകേരള സദസ്സ്. അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ച് ഒരു ബസ് പുനഃസൃഷ്ടിച്ചു. ആ ബസ്സിന് പുറത്തേക്കിറങ്ങാൻ 2 പടികൾ ഉണ്ടായിരുന്നു. 2 പടികൾ. ആ 2 പടികൾ മാറ്റിയിട്ട് അവിടെ ഒരു ലിഫ്റ്റ് വെച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മഹാരാജാക്കന്മാർ ചെയ്യുമോ സുഹൃത്തുക്കളെ ഇതുപോലെ? ഒരു മഹാരാജാവാണെങ്കിലും 2 പടികളെടുത്ത് ലിഫ്റ്റ് വയ്ക്കുമോ ആരെങ്കിലും? അവിടെ പോലും ഇയാൾ ലിഫ്റ്റ് വെച്ചു. ഈ ഈ ഏകാധിപതി അവിടെ ലിഫ്റ്റ് വെച്ചു. കാരണം ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. പോണ വഴി പ്രതിഷേധം നടത്തിയവൻ്റെ തല തല്ലിപ്പൊളിച്ചു. ചെടിച്ചട്ടി കൊണ്ട് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തല തല്ലിപ്പൊളിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. ആ നവകേരള യാത്ര സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആർമാദങ്ങൾ, ധൂർത്ത് ഒക്കെ നമുക്കറിയാലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങനെ നടത്തി. ശതകോടികൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിൽ ശതകോടികൾ ഉപയോഗിച്ചു. ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടി ലക്ഷങ്ങൾ ഉപയോഗിച്ചു. ക്ലിഫ് ഹൗസിലെ കന്നുകാലി തൊഴുത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഉപയോഗിച്ചു. ആ ക്ലിഫ് ഹൗസിലെ നടന്നിട്ടുള്ള ക്ലിഫ് ഹൗസിൽ എത്ര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് റീകൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി എന്നുള്ള സംബന്ധിച്ച ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ ക്ലിഫ് ഹൗസിൽ 2 നിലയാണ് ആകെ ഉള്ളത്. വളരെ ഈ പറഞ്ഞ പോലെ വിശാലമായിട്ടുള്ള പടിയുണ്ട്. എനിക്ക് 8 10 പടിയേ മറ്റോ ഉള്ളൂ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എന്നാൽ ഏകാധിപതി മഹാരാജാവും നേരം വെളുക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള വിജയൻ അവിടെ ലിഫ്റ്റ് വെച്ചു. അതിനെക്കുറിച്ച് സതീശൻ സർക്കാരിൻ്റെ അടുത്ത് പലതവണ ചോദ്യം ചോദിച്ചിട്ടും മറുപടി ഒന്നുമില്ല. അവസാനം ലിഫ്റ്റ് വെച്ച സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് മുരന്തൂക്കിൽ തോമസിന് മറുപടി കിട്ടി. എത്രയാണെന്നറിയോ? 22 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വീട്ടിൽ 1 നിലയിൽ നിന്ന് മുകളിലേക്ക്, 1 നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് വെച്ചു. എങ്ങനെയായിരുന്നു വിജയൻ്റെ യാത്ര? കോടികൾ വിലയുള്ള കിയ എന്ന് പറഞ്ഞൊരു കാറിൽ മുമ്പിലും പുറകിലും ഏതാണ്ട് 10-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മഹാരാജാക്കന്മാർ പോലും നടക്കുന്നതിനേക്കാൾ വിശാലമായി അർമാദിച്ച് അല്ലേ വിജയൻ റോഡിലൂടെ നടന്നുകൊണ്ടിരുന്നത്, പാഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങിയാൽ പാളയം വരെ റോഡ് ബ്ലോക്ക് ചെയ്യും പോലീസ്. 1.5 മണിക്കൂർ കൊണ്ട് വിജയനും വിജയൻ്റെ പരിവാരങ്ങളും ഈ വണ്ടികളും എല്ലാം കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ ജനങ്ങൾക്ക് റോഡ് തുറന്നു കൊടുക്കുകയുള്ളായിരുന്നു. അങ്ങനെ നേരം വെളുക്കില്ല എന്നും പറഞ്ഞ് ജീവിച്ച വിജയൻ അവസാനം മനസ്സിലാക്കി, ഇരുട്ടിയാൽ നേരം വെളുക്കുമെന്ന്. ഇരുട്ടിയിട്ടുണ്ടോ നേരം വെളുത്തേ മതിയാവൂ, നേരം വെളുത്തിട്ടുണ്ടോ നേരം ഇരുട്ടിയിട്ടേ മതിയാവൂ. അത് വിജയൻ മനസ്സിലാക്കി. വിജയനെ ജനങ്ങൾ ചവിട്ടിക്കൂട്ടി ചവറ്റുകൂട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. 2026 നടന്ന ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ. ഇപ്പം എന്താ വിജയൻ്റെ അവസ്ഥ? റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു ബെഞ്ചിൽ ഭാര്യയുമായി അവിടെ ഇരിക്കുന്നു. വേറൊരു ദിവസം നോക്കുമ്പോൾ നിയമസഭയുടെ പടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ദിവസം നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പടി ഇറങ്ങി വരുന്നു വന്ധ്യവയോധികനായിട്ടുള്ള വിജയൻ. അത് വീഡിയോയിലെടുത്തിട്ട് ട്രോളി കൊല്ലുകയാണ് ജനങ്ങൾ. മാളിക മുകളിൽ ഇരുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് 10 വർഷക്കാലം അർമാദിച്ചപ്പോൾ നേരം വെളുക്കും എന്ന് വിചാരിച്ചില്ല വിജയൻ. ഇരുട്ടി കഴിഞ്ഞപ്പോൾ താനൊരു ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന കേരളത്തിൽ നേരം ഇരുട്ടിയാൽ വെളുക്കില്ല എന്ന് വിജയൻ വിചാരിച്ചു. പക്ഷേ നേരം ഇരുട്ടിയാൽ വെളുത്തല്ലേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. നേരം വെളുത്താൽ ഇരുട്ടിയല്ലേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി വിജയൻ. ആ വിജയനെയാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും നിയമസഭയിലും എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിലും നിയമസഭയിലും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനങ്ങി ഇറങ്ങി പോവുകയാണ് വിജയൻ. അതുകൊണ്ട് ഇതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അത് വിജയൻ താമസിച്ചാണെങ്കിലും മനസ്സിലാക്കിയത് നന്നായി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
വിജയൻ ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം ഒരുപാട് പടികൾ കയറേണ്ടി വരും, ഒരുപാട് പടികൾ ഇറങ്ങേണ്ടിയും വരും. ചിലപ്പോൾ ആർക്കറിയാം ഈ 5 വർഷത്തിനുള്ളിൽ പടി ഇറങ്ങി വിജയൻ അങ്ങ് പോകാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നു കൂടി. അതുകൊണ്ട് ഒരേകാധിപതി വിചാരിച്ചാലും നേരം വെളുക്കുന്നത് ഇരുട്ടാതിരിക്കാനും ഇരുട്ടിയാൽ നേരം വെളുക്കാതിരിക്കാനും ഒരേകാധിപതിയും വിചാരിച്ചാൽ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വിജയൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പടിയിറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു രസികൻ അത് വീഡിയോയിൽ എടുത്തിട്ട് അത് ഒരു ട്രോളാക്കിയിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 2 പടികൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ പടികൾ ലിഫ്റ്റാക്കിയ മുഖ്യമന്ത്രി അതേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 10 മീറ്റർ ദൂരം നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു വിദ്യാലയത്തിൻ്റെ മതിൽ പൊളിച്ച് അതിൻ്റെ അകത്ത് ആ ബസ് കയറ്റിക്കൊണ്ടുപോയ മുഖ്യമന്ത്രി. ജനങ്ങളുടെ ഇടയിൽ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും കൊല്ലും, ശത്രുക്കൾ തന്നെ കൊല്ലാനായിട്ട് തക്കം പാർത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ലാത്ത അത്രയും വലിയ സെക്യൂരിറ്റി സന്നാഹം കൊണ്ട് നടന്ന മുഖ്യമന്ത്രി. അതേ മനുഷ്യനാണ് ഇപ്പോൾ 2 പടിക്ക് പകരം 18 പടി ഇറങ്ങാനൊരു ബുദ്ധിമുട്ടില്ല, 10 മീറ്ററിന് പകരം 100 മീറ്റർ നടക്കാനും ബുദ്ധിമുട്ടില്ല. വലിയ സെക്യൂരിറ്റിയും സന്നാഹങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി നടന്നിട്ടും കൊല്ലാൻ പോയിട്ട് കൂക്കി വിളിച്ച് കളിയാക്കാൻ പോലും ആ പരിസരത്തേക്ക് ആരും വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് വെറുതെ അല്ല എന്നുള്ളതൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. പിണറായി വിജയനായാലും ശരി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനായാലും ശരി, അധികാരം കിട്ടുന്ന സമയത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളെ ജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച ഒരു സ്ഥാനത്തിൽ എത്തിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അധികാരമില്ലാതെ പോയാലും ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പദവിയിലിരുന്നാലും, അത് MLA ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഇനിയിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായാൽ തന്നെയായാലും ആ ഒരു പദവിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ വെറും ട്രോൾ മെറ്റീരിയലായിട്ട് മാറും. ഇതിന് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഏത് പാർട്ടിയിലായാലും ഏത് നേതാക്കന്മാരായാലും ഒക്കെ ഇത് തന്നെയായിരിക്കും അവസ്ഥ.